അസ്സലാമലൈക്കും. വെൽക്കം ടു shainus.com. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ദോശയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പഴം നന്നായി പഴുത്ത് കറുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള പഴം കളയാതെ ആ പഴം വെച്ച് നമുക്കൊരു ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ നല്ല പഴുത്ത പഴം 3 എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയിലിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് മൈദ, ആവശ്യത്തിന് വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിച്ചു കൊടുക്കണം. നമുക്കൊരു ദോശമാവിൻ്റെ പരുവത്തിനാണ് കിട്ടേണ്ടത്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് പുരട്ടി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. കാരണം ഇത് നന്നായി പഴുത്ത പഴം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂടാകുമ്പോൾ പെട്ടെന്ന് കളറ് മാറിപ്പോകും, അടി കരിഞ്ഞ പോലെ ആവും. അപ്പോൾ നമുക്കത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവും. ദോശയുടെ മുകളിൽ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് മറിച്ചിടാം. കളർ കരിയുന്നതല്ല, പഴത്തിൻ്റെ കളറാണിത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി എല്ലാ മാവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാനും മടിയാണെങ്കിൽ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ഫ്ലേവർ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കാം. മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഏലക്കാപ്പൊടി ചേർക്കേണ്ടവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അതല്ല ഇപ്പം നമ്മൾ വേറെ ചോക്ലേറ്റ് ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് അത് വേണ്ടെങ്കിൽ ചേർക്കേണ്ട. ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. ഇങ്ങനെ ചുട്ടെടുത്ത ദോശ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പല ഫ്ലേവറിൽ റെഡിയാക്കാം. ഞാനൊരു ദോശക്കകത്ത് ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവർ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അത് കഴിച്ചോളും. ഇനി ഒരെണ്ണത്തിൽ നമുക്ക് ഹണി സ്പ്രെഡ് ചെയ്യാം. ഒരെണ്ണത്തിൽ നമുക്ക് ജാമും സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർത്ത് ഇഷ്ടമുള്ള ഫ്ലേവറുകളൊക്കെ ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ചേർത്ത് നമുക്ക് അവർക്കിത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി പഴുത്ത പഴം കളയാതെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.